ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. യാത്രയുടെ തുടർന്നുള്ള കാഴ്ചയിലേക്ക് പോകാം. പോണ്ടിച്ചേരി ഒന്ന് കറങ്ങി, ടൗണിലൊന്ന് കറങ്ങി ബീച്ചിലെത്തിയിരിക്കുന്നു. പോണ്ടിച്ചേരിയിലെ മെറീന ബീച്ചാണ്. ഇവിടെ വണ്ടി കൊണ്ട് ഇങ്ങനെ കടലിൻ്റെ സൈഡ് വരെ നമുക്ക് വരാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബീച്ചും കണ്ട് ഞങ്ങൾ നേരെ പോയത് ചെന്നൈ മഹാബലിപുരത്തേക്കാണ്. മഹാബലിപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര വെയിലടിക്കുന്നത്, ചെവിയിലൊക്കെ തന്നെ വെയിലടിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തോർത്ത് കെട്ടിയത്, അതൊന്നുമില്ല. അതേപോലെ തമിഴ്നാട്ടിലെ ഈ വെയിലിന് ഭയങ്കര ചൂടാണ്. ചെവിയിലേക്ക് തന്നെ വെയിലടിക്കുന്നത്. രാവിലത്തെ വെയിൽ. മഹാബലിപുരത്ത് ഞങ്ങളെത്തി. ഞങ്ങളങ്ങനെ വീൽ ചെയറും തള്ളി നടക്കുന്നു. ഇതിൻ്റെ ഒരു ഭാഗം കടലാണ്, അപ്പുറത്ത് കടലാണ്. ഈ കടലിൻ്റെ ഈ സൈഡ് ഒരുപാട് ചരിത്ര നിർമ്മിതികളുണ്ട്. പണ്ട് ചോള രാജാക്കന്മാർ പണിതതാണ് ഇവിടെയുള്ള ഈ നിർമ്മിതികളൊക്കെ. ഇറങ്ങാൻ വഴിയുണ്ടോ? നോക്കറോ ഇവിടെ കാണണമെങ്കിൽ ഇതാ റാമ്പേ സൈഡ് വെച്ചിട്ട് ഇതിനകത്തേക്ക് പോകാനാ? അകത്തേക്കല്ല, ഇപ്പോൾ ഇങ്ങനെ ചുറ്റാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാഞ്ചീപുരം ജില്ലയിലെ അതിപുരാതനമായ ഒരു തുറമുഖ നഗരമാണ് ഇവിടം. മാമല്ലപുരം എന്നും ഇവിടെ ഈ മഹാബലിപുരത്തിന് മറ്റൊരു പേരുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 12 മീറ്ററോളം, ഏകദേശം 36 അടി ഉയരത്തിലാണ് ഇതിപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഇന്ന് തമിഴ്നാടിൻ്റെ തലസ്ഥാന നഗരമായ ചെന്നൈ നഗരത്തിന് 60 കിലോമീറ്റർ തെക്കുള്ള ഈ നഗരം രൂപപ്പെടുത്തിയത്. പല്ലവ രാജാവായിരുന്ന മാമല്ലൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളൊക്കെ 7-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് നിർമ്മിച്ചവയാണ്. മഹാബലിപുരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പെട്ടിട്ടുണ്ട്. മഹാബലിപുരത്ത് നിന്ന് ഞങ്ങൾ ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചു. വൈകുന്നേരത്തോടുകൂടി ചെന്നൈയിലേക്ക് 60 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് ഇന്നലെ രാത്രി. രഞ്ജി നാട്ടിൽ നിന്ന് ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ചെന്നൈ പോലീസിന് ക്ലാസ് എടുക്കുന്ന സുരേട്ടൻ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ നിയമങ്ങളെക്കുറിച്ചൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നെക്സ്റ്റ് ആരെങ്കിലും വരുമ്പോൾ അത് അവയർനെസ് നിങ്ങൾക്കും ഗവൺമെൻറ് ഓഫീസേഴ്സും പൊളിറ്റീഷ്യൻസും ആര് പബ്ലിക്കിനും നമ്മൾ അവയർനെസ് കൊടുത്തിട്ട് നമ്മൾ വേണം. ചെന്നൈ മറീന ബീച്ചിനടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ നല്ല ദോശയും ചമ്മന്തിയും കഴിക്കുന്നു. ചെന്നൈയിലാണ്. ചെന്നൈയിൽ സ്പോട്ടിൽ ചുട്ടു ചെയ്യുന്നത് ചൂട്. ചമ്മന്തി കൊണ്ടില്ല, നമുക്ക് നമ്മളെ തേങ്ങാ ചമ്മന്തി ഇരുന്നാൽ പോയി. മെറീന ബീച്ചിലെ കടലിനടുത്തേക്ക് വരെ നമുക്ക് വീൽ ചെയർ ഉരുട്ടാനുള്ള സംവിധാനമുണ്ട്. വേണ്ടാത്ത പണിയൊന്നുമല്ല, ഇതൊക്കെ വേണം. ആ പിന്നെ എന്തിനാ എത്ര പാട് കഴിച്ച് വന്നിട്ട് അന്നാ വണ്ടിയിലിരുന്നാ പോരായിരുന്നു. താമനെ കണ്ടിട്ടുണ്ട്.
നീ ഇതിനെ വെള്ളത്തിൽ അങ്ങ് വിട്ടോ. ഇപ്പൊ ഇതിനെ വെള്ളത്തിൽ ഒരു കടലാമ ചത്ത് കിടക്കുന്നു. വേണം 50 രൂപ വേണ്ട വേണ്ട വേണ്ട. ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വിജയവാഡ പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ചെന്നൈയിലെ ഒരു ഭിന്നശേഷി സംഘടനയുണ്ട്, ഗംഗ ഫൗണ്ടേഷൻ. അതിലെ കുറേ അംഗങ്ങൾ അവരൊക്കെ ചേർന്ന് ഞങ്ങൾക്ക് സ്വീകരണം തന്നു. നമ്മൾ ചെന്നൈയിൽ നിന്ന് നെല്ലൂർ പോകുന്ന വഴിക്കാണ്. ഇവിടെയുള്ള കുറച്ച് ഭിന്നശേഷി സുഹൃത്തുക്കളുടെ അവർ നമുക്ക് ചെറിയൊരു സ്വീകരണം, ഭക്ഷണം കാര്യങ്ങളൊക്കെ തന്നു. അതിലേക്ക് കുറച്ച് പത്താം മതി കാര്യങ്ങൾ. ഡ്രോൺ എടുത്തില്ല, ശരിയാണ്. സൗമ്യയുടെ പച്ചക്കറി എരിയുന്നു. ഇവിടെ വർത്താനം പറഞ്ഞു. സൂരജ് ഭായിയുടെ കാറ്റ് നിറയ്ക്കുന്നു. ഇത് കിടക്കാനുള്ള കാറ്റ് നിറച്ചിട്ട് വേണം, കാറ്റടിച്ചിട്ട് വേണം കിടക്കാൻ. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാണ്. അതിനപ്പുറത്തുണ്ട് ഇത് മറ്റേ തമിഴ് മോഡൽ, മറ്റേത് തൈര് സാധം അല്ല, പരിപ്പ് സാധം. ഇവിടെ നോക്കാം, നമ്മ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തൊരു ലൈറ്റിംഗ് എല്ലാം കണ്ട ഒരു പണ്ടത്തെ നാടകത്തിൽ. നമ്മുടെ യാത്രയിലെ 8ാമത്തെ ദിവസം ഇവിടെ ചെന്നൈയിൽ നിന്ന് നെല്ലൂരിൽ പോകുന്ന വഴിക്കാണ്. വണ്ടി ഇന്നലെ സൂര്യേട്ടൻ്റെയും മറ്റേ രാകേഷിൻ്റെയും വണ്ടി ചെറുതായിട്ട് കംപ്ലൈൻ്റ്. അപ്പോൾ അവിടുന്ന് അതെല്ലാം ശരിയാക്കി വന്നപ്പോൾ രാത്രി. അപ്പോൾ എന്നിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പച്ചപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ഡോക്ടർ പച്ചപ്പൻ. മറ്റേ അയാൾ സാമൂഹ്യ പ്രവർത്തനമാണ്. അപ്പോൾ ആൾ നമുക്ക് വേണ്ട ഒരു വീട് സൗകര്യം ഇവിടെ ഏർപ്പാടാക്കി തന്നു താമസിക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഈ വീട് ഭയങ്കര പ്രത്യേകതയാണ്. ഈ വീടിൻ്റെ നോക്കി പണ്ടത്തെ ഒരു രാജകൊട്ടാരത്തിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഈ വീട് കിടക്കുന്നത്. പഴയ MGR സിനിമകളിലെ കൊട്ടാരം പോലെ തോന്നിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഞങ്ങളവിടുന്ന് അതിരാവിലെ തന്നെ വിട്ടു. നേരെ രാത്രിയോടുകൂടി വിജയവാഡ എത്തണമെന്നാണ് വിചാരിക്കുന്നത്. രാത്രിയാകുമ്പോൾ എത്തും. നല്ല 6 വരിപ്പത റോഡ്, ഇരുവശത്തും കൃഷിയിടങ്ങൾ,
ഏക്കർ കണക്കിന് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കാണാം. നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല, അവല് കഴിക്കുന്നു. ചമ്മന്തിപ്പൊടിയും അവലും ചമ്മന്തിപ്പൊടിയും പാവം. ഈ മൂടില്ലേ, ആ മൂടിന്റെ കളർ കുറേ കളർ കുഞ്ഞി തട്ടിട്ട്. പിന്നെ മറ്റേ നമ്മളിങ്ങനെ നെല്ലുവരെ നോക്കൂല്ലേ, അങ്ങനത്തെ കാണുമ്പോൾ ഇല്ല ഇല്ല ഇല്ല. ഈരക്കട്ടിമ്പില്ലാരും നമ്മുടെ നാട്ടിൽ കുമ്പളയിലെല്ലാം മറ്റേ നല്ല പണം വയ്ക്കും. നമ്മളിപ്പോൾ വിജയവാഡയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റാണ്, ചെറിയൊരു മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്. അതേപോലെ നമ്മുടെ നാട്ടിലേക്കെല്ലാം മുളക് വരുന്ന ഇവിടുന്നാണ്, ചുമന്ന പറങ്കി മുളക്. ഇതാണ് ഇന്ന് കിടക്കുന്ന സ്ഥലം. വിജയവാഡ എത്തിയിട്ട് ഞങ്ങൾക്ക് റൂമിന് വേണ്ടി ഒരുപാട് അലഞ്ഞു. അവസാനം മാനു ഒരു താമസ സ്ഥലം കണ്ടെത്തി. ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വലിയൊരു ഹാള്, സൗജന്യമായി നമുക്ക് താമസിക്കാം. നല്ല ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും യാത്രയുടെ ക്ഷീണത്തിലാണ്, എല്ലാവരും ചുരുണ്ടുകൂടി കിടന്നു. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഒരുങ്ങിയിറങ്ങി സൂരജ് ലൈവ് ചെയ്യുന്നു. ഞാൻ അയച്ചുതരാം. വിജയവാഡയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വിശാഖപട്ടണത്തേക്ക്. ഇന്ന് രാത്രിയോടുകൂടി വിശാഖപട്ടണം എത്തണമെന്നാണ് വിചാരിക്കുന്നത്. രഞ്ജി വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്ന കുട്ടികളായി സംസാരിക്കുകയാണ്. എല്ലാം എന്തിനാണ് മുടി മുറിക്കാനായ നല്ല കാണുന്നുണ്ടാ ഉള്ളി തക്കാളി. സൈക്കിൾ റിക്ഷ ഉണ്ടോ ബോബൂസ? ഇത് സൈക്കിൾ റിക്ഷ ഉണ്ടോ? സൈക്കിൾ റിക്ഷ വന്നിട്ട് പോയിട്ടുണ്ടോ? അപ്പൊ വന്ന് നമുക്ക് മനസ്സിലാച്ചു. നേരെ നോക്കാനാവില്ല, അല്ലെങ്കിൽ നമ്മളോട് മാറ്റി കിട്ടി. നമ്മൾ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോകുന്ന വഴിയാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ അവിടെ ഒരു ദോശ ചുടുന്നത്. പെണ്ണുങ്ങൾ തെലുങ്കിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. మట్టి తీసుకుంటా
നല്ല ദോശയും ചമ്മന്തി. ചെറിയ പൈസ മാത്രമേ ഇവിടെ ആയുള്ളൂ ഭക്ഷണത്തിന്. കുഞ്ഞി ക്ലാസ്സിലൊക്കെ കുഞ്ഞി ചായ. നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട്. വിശാഖപട്ടണത്തുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.